ശരിക്കും ആ സമയത്ത് ആനയുടെ കാലിനടി ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്. വെള്ളത്തിൽ ആനയും ഇവിടെ വെള്ളത്തിലായതുകൊണ്ടാണ് കൂടുതലായിട്ട് പരിക്കൊന്നും പറ്റാണ്ടിരുന്നത്. അത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്, നേരിട്ട് കണ്ടോണ്ടിരിക്കുക. നവംബർ ഡിസംബറൊക്കെ ആയപ്പോൾ ഒട്ടും പറ്റാണ്ടായി. സ്കൂളിൽ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ. പക്ഷെ അന്നേരമൊക്കെ അവർ പറയുന്നത്, ഓരോ ഡോക്ടർമാരെയും കാണിക്കുമ്പോൾ അവർ പറഞ്ഞു അത് ശരിയാവും, രക്തം കല്ലിച്ച് അതിനുള്ളിൽ കിടപ്പുണ്ട്, പിള്ളേരൊക്കെ ചതഞ്ഞു പോയി, അത് കുറയാൻ സാധ്യത, ചെറിയ പ്രായം ആയതുകൊണ്ട് കുറയാൻ സാധ്യതയുണ്ട് നമ്മൾ. പക്ഷെ എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസംബറൊക്കെ ആയപ്പം തീരെ പറ്റാത്തൊരവസ്ഥയായി. അടുത്തെത്തി ആന കാറിക്കൊണ്ട് വന്ന് പെണ്ണിൻ്റെ നേരെ ഓടിയപ്പോഴാണ് നമ്മൾ ആനയെ കാണുന്നത്. നമ്മൾ കുളിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെങ്ങളുടെ നേരെ ആന വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടിട്ടാണ് നേരെ മോളുടെ കൂടെ രഞ്ജനിയുടെ പുറകെ ഓടിയത്. വെള്ളത്തിൽ നിന്ന് ഓടി ഇറങ്ങി, വെള്ളത്തിൽ നിന്ന് തന്നെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ചവിട്ടുകയൊക്കെ ചെയ്തു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ വെള്ളത്തിലായതുകൊണ്ട് ചവിട്ട് എവിടെയും കിട്ടിയില്ല. ഇവിടെ ആനയുടെ കാലിനടി പെട്ട് കിടക്കുന്ന നമ്മൾ കാണുകയും ചെയ്തു. സംഭവം തീരുമാനമായി തന്നെ ഓർത്തു ഞാൻ. കാരണം എന്നിട്ടാണ് ഞാനും പുഴയിലേക്ക് ഓടി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പരിപാടി ഞാനും ഇല്ലാന്ന് ഞാൻ ചിന്തിച്ചു. ഡോക്ടർ തന്നെ പറഞ്ഞത് ഇങ്ങനെ 1 വർഷമൊക്കെ ആയതുകൊണ്ട് തിരിച്ചത് ക്യാൻസറിലേക്ക് എത്തിപ്പോകാനും സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഒരിക്കലും നിൽക്കരുത്, അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ. ഡോക്ടർ തന്നെ വഴക്ക് പറഞ്ഞു, ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു. കുളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആന അടുത്തെത്തിയത് അറിഞ്ഞിട്ടില്ല. അടുത്ത് വന്ന ഒരൊറ്റ കറച്ചായിരുന്നു. ആദ്യം അമ്മേനെ പിടിക്കാൻ നോക്കി, പക്ഷെ അമ്മ വേഗം ഓടി. പിന്നെ ഞാൻ താഴേക്ക് ഓടിയപ്പോഴത്തേക്ക് ആദ്യം വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് ആനയുടെ നേരെയായി. ഇപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോ എന്റെ പുറകെ ഓടി. പിന്നെ താഴേക്ക് ഓടിയപ്പോഴത്തേക്കും പെട്ടെന്ന് കല്ലി തട്ടി വീണു. അവിടുന്ന് ആന വന്ന് ആനയുടെ അടിയിൽ പെട്ടുപോയി. അങ്ങനെ വന്നിട്ട് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തുമ്പിക്ക് വെച്ചിട്ട് കാലിനിട്ടടിച്ചു. അങ്ങനെ ആറാട്ട് ഗ്രൂപ്പിൽ നോക്കി അറിയാം. രാത്രിക്ക് ഞാൻ നിൽക്കിയ ദിവസം ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ വേദന കൊടുക്കും. ഫോറസ്റ്റിന്റെ അവരുടെ സഹായം ചോദിച്ചിട്ട് തന്നെ അവർ വണ്ടിക്ക് എനിക്ക് കൂട്ടുവരികയും ഞാൻ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഈ ഫോറസ്റ്റിന്റെ ഒരാൾ പോലും ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ, പക്ഷെ നാളെ ദിവസം മറ്റൊരാൾക്ക് ഇത് ഈ ഒരു ഗതികേട് വരാൻ പാടില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലെ ബ്ലോക്ക് 13-ലാണ്. കഴിഞ്ഞ കൃത്യം 1 വർഷം മുന്നേ ഞാൻ ഇതേ പ്രദേശത്ത് തന്നെ വന്നിരുന്നു. അന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിനിയെ കുളിക്കാനായിട്ട് പുഴയിൽ പോയ സമയത്ത് കാട്ടാനെ ആക്രമിച്ച ഒരു സംഭവം ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിരുന്നു. അന്ന് നമ്മൾ കണ്ടാണ് ആ കുട്ടിയുടെ പരിക്കും, ആ കുട്ടി അത്ഭുതകരമായിട്ട് കാട്ടാനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു സംഭവമൊക്കെ നമ്മൾ അന്ന് 1 പ്രാവശ്യം കണ്ടാണ്. പക്ഷെ അന്നൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ ചാനലിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 1 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു സ്ഥിതിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ആ കൊച്ചിന് വന്നിട്ടില്ല. അതിന് നഷ്ടപരിഹാരവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. ഏതായാലും നമ്മൾ ആ ഒരു കുട്ടിയെ ഒന്നുകൂടെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാനായിട്ടുള്ള ഒരു ശ്രമമാണ്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്ഥിതി നോക്കിയാൽ അറിയാം, ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ഥലമൊക്കെ ഈ വീട്ടുകാരുടെ തന്നെ സ്ഥലമാണ്. പക്ഷേ ഇവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളാണ്. ഇവർക്ക് കിട്ടിയ സ്ഥലം കംപ്ലീറ്റ് ഇതേപോലത്തെ മരങ്ങളാണ്. ഈ മരങ്ങൾ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊട്ട് മുറിക്കാനും പറ്റിയല്ല, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. 1 ഏക്കർ ഇവർക്ക് കിട്ടിയ സ്ഥലം കംപ്ലീറ്റ് ഈ മരമാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്ഥലം ഇവർക്ക് കിട്ടിയതുകൊണ്ട് എന്താണ് ഉപകാരം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. ഉണ്ടോ, കംപ്ലീറ്റ് ഇതുപോലത്തെ മരമാണ് ഈ പറമ്പ് കംപ്ലീറ്റ്. ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ഒരു സാധ്യതയും ഒരു സാഹചര്യവും ഇല്ല. ഏതായാലും ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയപ്പെടുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിലും ആന നശിപ്പിച്ചിട്ടാണ് പ്രശ്നം നേരിടുന്നതെങ്കിൽ പോലും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥലം, ഈ പറമ്പ് കംപ്ലീറ്റ് മരമാണ്. ഈ മരം മുറിക്കാനായിട്ട് ഇവർക്ക് അനുവാദം കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രതീഷ്. ഇത് ബ്ലോക്ക് 13 അല്ലേ? 13. ഇത് കഴിഞ്ഞ വർഷം എന്നായിരുന്നു സംഭവിച്ചത്? ജനുവരി 7-ാം തീയതി. 7-ാം തീയതി അല്ലേ? 1 വർഷമായില്ലേ? 1 വർഷം. അന്ന് എന്തായാലും ശരിക്കും പരിക്ക് പറ്റിയേ? അത് പുഴയ്ക്ക് കുളിക്കുന്ന സമയത്താണ് ആന വന്നത്. ആന വന്ന് അടുത്തെത്തിയിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ് ഏകദേശം അടുത്തെത്തി ആന കാറിക്കൊണ്ട് വന്ന് പെണ്ണിൻ്റെ നേരെ ഓടിയപ്പോഴാണ് നമ്മൾ ആനയെ കാണുന്നത്. നമ്മൾ കുളിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു? നമ്മൾ 8 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെങ്ങളുടെ നേരെ ആന വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടിട്ടാണ് നേരെ മോളുടെ കൂടെ രഞ്ജനിയുടെ പുറകെ ഓടിയത്.
ഓടി വെള്ളത്തിൽ നിന്ന് ഓടി ഇറങ്ങി വെള്ളത്തിൽ നിന്ന് തന്നെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ചവിട്ടുകയൊക്കെ ചെയ്തു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ വെള്ളത്തിലായതുകൊണ്ട് ചവിട്ട് എവിടെ കിട്ടിയില്ല. ഇവിടെ ആനയുടെ കാലിനടി പെട്ട് കിടക്കുന്ന നമ്മൾ കാണുകയും ചെയ്തു. അപ്പം സംഭവം തീരുമാനമായി തന്നെ ഓർത്തു ഞാൻ. കാരണം എന്നിട്ടാണ് ഞാനും പുഴയിലേക്ക് ഓടി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പരിപാടി ഞാനും ഇല്ലാന്ന് ഞാൻ ചിന്തിച്ചു. അന്നേരമാണ് മോളുടെ അടുത്ത് ആന മാറി എൻ്റെ പുറകെ ഓടുന്നത്. എൻ്റെ പുറകെ ഓടിയിട്ട് കുറച്ച് കര വരെ ഓടി പിന്നെ അത് തിരിച്ചു മാറുകയും ചെയ്തു. അന്നേരം ആറാട്ടിൻ്റെ ആൾക്കാർ പാലത്തിന് മുകളിൽ ഓൾറെഡി ഉണ്ട്. അവർ മണത്തറ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ആനയുടെ കാർച്ച കേട്ട് അവർ വണ്ടി അവിടെ നിർത്തി. അവരിറങ്ങി വരുമ്പോൾ ആന പോകുന്നത് അവർ കാണുന്നുണ്ട്. അങ്ങനെ അന്ന് ആ സമയത്ത് തുമ്പിക്കുള്ള അടിയാണ് നല്ല എൻ്റെ പരമായ സംശയം. കാരണം ഉള്ളിലേക്ക് ചതവ് ഉള്ളിലേക്കാണ് വന്നത്. അതിപ്പം മുഴച്ചിങ്ങനെ മുഴ പോലെ പുറത്തേക്ക് വലത് കാലിലെ തുടയുടെ ഭാഗത്തായിട്ട്. പക്ഷേ ശരിക്കും ആ സമയത്ത് ആനയുടെ കാലിനടി ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്. വെള്ളത്തിൽ ആനയും ഇവിടെ വെള്ളത്തിലായതുകൊണ്ടാണ് കൂടുതലായിട്ട് പരിക്കൊന്നും പറ്റാണ്ടിരുന്നത്. അത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്, നേരിട്ട് കണ്ടോണ്ടിരിക്കുക. ഭീകരാവസ്ഥ. നമ്മളെ ആറാട്ടിന്റെ അഭിഷേകം എന്ന് പറഞ്ഞ വാച്ചർ അവൻ ഇറങ്ങി വരുന്ന സമയത്ത് ആന കയറി പോകുന്നുണ്ട്, അത് കാണുന്നുണ്ടത്. പക്ഷെ അവര് പിന്നെ അത് പരാതികൾ പോകുന്ന സമയത്ത് പിന്നെ അവർ പറഞ്ഞ കാര്യം ഇതാണ്, ആനയെ കണ്ട് ഭയന്ന് ഓടിയെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആന പിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അങ്ങനെ സാധാരണ ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ആനയുടെ മുമ്പിൽ ഇതുവരെ കണ്ടില്ല. ഇവിടെ അങ്ങനെ ആന ഉള്ള പ്രദേശമാണല്ലോ അല്ലേ? അങ്ങനെയുള്ള ഒരു പ്രദേശം. പിന്നെ എന്താ അതിന് ശേഷമുള്ള പിന്നെ കാര്യങ്ങൾ? ശേഷം അന്ന് അവർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കാണിച്ചു. അവിടുന്ന് അന്നേരം പിന്നെ ഇവിടെ പറ്റില്ല, കണ്ണൂരേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കണ്ണൂർ കൊണ്ടുപോയി അഡ്മിറ്റാക്കി 5 ദിവസം നമ്മൾ കണ്ണൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല, ഒന്നിക്കെങ്കിലും ഇത് മാറാൻ സാധ്യതയുണ്ട്, കാരണം ചെറിയ പ്രായമൊക്കെ ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഡിസ്ചാർജ് ആയി ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് വേദന തുടങ്ങി കാലിന് നീര് കയറാൻ തുടങ്ങി. അപ്പം അന്നേരമൊക്കെ നമ്മൾ പല ഹോസ്പിറ്റലിൽ മാറി കാണിച്ചു, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ മാറി കാണിച്ചു. കാരണം പിന്നെ ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അന്നേരമൊക്കെ അവർ പറയുന്ന ഓരോ ഡോക്ടർമാരെയും കാണിക്കുമ്പോൾ അവർ പറഞ്ഞു അത് ശരിയാവും, അത് രക്തം കല്ലിച്ച് അതിനുള്ളിൽ കിടപ്പുണ്ട്, ഉള്ളിലേക്ക് ചതഞ്ഞു പോയി, അത് കുറയാൻ സാധ്യത, ചെറിയ പ്രായം ആയതുകൊണ്ട് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസംബറൊക്കെ ആയപ്പോൾ തീരെ പറ്റാത്തൊരവസ്ഥയായി. നവംബർ ഡിസംബറൊക്കെ ആയപ്പോൾ ഒട്ടും പറ്റാണ്ടായി. സ്കൂളിൽ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അത് സ്കൂളിൽ ടീച്ചർമാർ പോലും വന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോയ കാര്യമാണ്. എവിടെയായിരുന്നു പഠിച്ചോണ്ടിരുന്നത്? കോളന്നൂർ ഫാം സ്കൂളിൽ. എത്രാം ക്ലാസ്സിലായിരുന്നു? പ്ലസ് ടു അല്ലേ? കഴിഞ്ഞ വർഷം പ്ലസ് 1 ഇല്ലായിരുന്നു, ഈ വർഷം പ്ലസ് 2 അല്ലേ? ഒരു വർഷം അപ്പോൾ പഠിപ്പ് പോയില്ലേ? ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. അത് ടീച്ചർ മിക്ക ദിവസം ഫോണിലേക്ക് അയച്ചു കൊടുക്കും, ഇവിടെ ഇരുന്ന് എഴുതുകയൊക്കെ ചെയ്തത്. അതല്ലേ? ക്ലാസ് പോയാലും ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നല്ലേ? ഇവിടെ ഇരുന്ന് പഠിക്കും. ക്ലാസ്സിൽ പോയിട്ട് HM-ഉം ടീച്ചർമാരും ക്ലാസ്സിൽ ബെഞ്ച് നിരത്തിയിട്ട് ബെഞ്ചിൻ്റെ മുകളിൽ കാല് നീട്ടി വെച്ചിട്ട് ഇരുത്തിയിട്ടൊക്കെ ക്ലാസ് കൊടുത്തു. പക്ഷെ പിന്നെ അവർ പറഞ്ഞ് വണ്ടിക്ക് കൊണ്ടുപോക്കും ബുദ്ധിമുട്ടില്ല, വീട്ടിലേക്ക് നമ്മൾ അയച്ചു തരാമെന്ന്. അങ്ങനെ ഫോണിലേക്ക് അയച്ചു തരും, അങ്ങനെ ഫോണിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. ഈ വർഷം പ്ലസ് 2 അല്ലേ? ഈ വർഷം പ്ലസ് 2 ആണ്. പക്ഷേ ഈ വർഷമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഒരേ കട്ടായിപ്പോയി, അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ഇപ്പം തന്നെ വണ്ടിക്ക് കൊണ്ടുപോയി വണ്ടിക്ക് വരികയും ചെയ്തു. ബസ്സിന് കയറുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാണ്. ഗ്രാമവണ്ടിക്കാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞോടുകൂടി അതിന് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. വണ്ടിക്ക് പോക്കും തന്നെ നല്ല രീതിയിലുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് അതിൻ്റെ പിറ്റേ ദിവസം അവർ ഫോറസ്റ്റിൻ്റെ വളഞ്ചാലിൻ്റെ ഒരു സാറും 4 വാച്ചർമാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിതിന് അപേക്ഷ വെച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ജില്ലാ ആശുപത്രി നിങ്ങൾ അഡ്മിറ്റായി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, നിങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല, പിന്നെ നിങ്ങൾ വെറുതെ ദിവസം മെനക്കെടുക എന്നല്ലാതെ കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് അപേക്ഷ കൊടുക്കാനല്ല പരാതിപ്പെടാനൊന്നും പോകട്ടെ. അന്നേരം കീപ്പള്ളിയിൽ പോലീസുകാർ എന്നോട് പറഞ്ഞു ഓൾറെഡി ഇവിടെ ഒരു പരാതി ഉണ്ട്, നിങ്ങൾ ആന ഉപദ്രവിച്ചെന്നുള്ള ഒരു പരാതി ഇവിടെ ഉണ്ട്, എന്തെങ്കിലും സഹായം ഫോറസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നമ്മളോടും കൂടി ഒന്ന് പറയണമെന്ന് അവർ പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു. എന്നാൽ അത്രത്തോളം ഒരു അവസ്ഥയിൽപ്പെട്ടതല്ലേ, ആന ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്നേരം ഇവരിവിടെ വന്ന് പറഞ്ഞു എന്നെ അറിയുന്ന വാച്ചർമാരൊക്കെ ആയിരുന്നു. ആ മരിച്ചുപോയ വാച്ചർ ബാബു എന്ന് പറഞ്ഞെങ്കിൽ ഒരു അനൂപ്, അങ്ങനെ 1-2 പേരുണ്ടായിരുന്നു. വന്ന സാറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വളഞ്ചാലിൽ നിന്ന് സാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൊടുക്കാതിരുന്നത്. പക്ഷെ പിന്നീട് മൊത്തം പുറത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചികിത്സ മൊത്തം നടന്നത്. ഈ 1 വർഷമായിട്ട് മൊത്തം ഞാൻ പുറത്തുള്ള ചികിത്സ. നല്ല പരിക്കുണ്ടായിരുന്നു. അത് അന്നേരം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടെങ്കിൽ പോലും പിന്നെ അതുവല്ലാതൊരു ബുദ്ധിമുട്ടായി. ഈ കഴിഞ്ഞിടെയാണ് കണ്ണൂർ AKG കൊണ്ടുപോയിട്ട് MRI എടുക്കുമ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത്. ഉള്ളിലേക്ക് ബ്ലഡ് കൂടുതലായിട്ട് കോട്ടായി കിടക്കും. അന്നേരം ഡോക്ടർ തന്നെ പറഞ്ഞത് ഇങ്ങനെ 1 വർഷമൊക്കെ ആയതുകൊണ്ട്
തിരിച്ചത് ക്യാൻസറിലേക്ക് എത്തിപ്പോകാനും സാധ്യത കൂടുതലുണ്ട്. ഇത്ര നാളായിട്ട് അങ്ങനെ ഒരിക്കലും നിൽക്കരുത്, അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ. ഡോക്ടർ തന്നെ വഴക്ക് പറഞ്ഞു, ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു നിങ്ങൾ, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ തീർത്ത് പറഞ്ഞാൽ ആയുർവേദത്തിൽ കാണിക്കുന്ന സ്റ്റേജിലേക്ക് എത്തി. പ്രൈവറ്റിൽ കാണിക്കുന്ന കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ പറമ്പത്തെ ആദായങ്ങളൊന്നും കൂലിപ്പണി എടുത്തുന്നു. ഈ കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഞാൻ ആറാട്ട് ഗ്രൂപ്പിൽ നോക്കി അറിയാം, രാത്രിക്ക് ഞാൻ നിൽക്കിയ ദിവസം ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ വേദന കൊടുക്കും. ഫോറസ്റ്റിൻ്റെ അവരുടെ സഹായം ചോദിച്ചിട്ടുണ്ട്, അവർ വണ്ടിക്ക് എനിക്ക് കൂട്ടുവരികയും ഞാൻ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പറമ്പിലാണെങ്കിലും ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത പാഴ്മരമായിട്ട് കിടക്കുന്ന മരങ്ങൾ മാത്രമേ ഒരു കൃഷി ചെയ്യാനും. ഇത് പൊങ്ങല്ലേ, മട്ടിമരം എന്ന് പറഞ്ഞ പാഴ്മരമാണ്. അതെന്താ മുറിക്കാൻ എന്താ നിങ്ങൾക്ക് എന്താ തടസ്സം? ഇത് ആദ്യം മുറിക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നത്, നമുക്ക് ഓർഡർ വന്നിട്ട് പിന്നെ മുറിച്ച് മാറ്റാനുള്ള ഒരു അനുമതിയൊക്കെ വന്ന് പെട്ടെന്നാണ് സ്റ്റേ ഓർഡർ വന്നത്. ഇത് മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റേ ഓർഡർ എവിടുന്ന വന്നേ? കണ്ണൂർ കളക്ടറേറ്റിൽ ആരും അപേക്ഷ പരാതി കൊടുത്തെന്ന് പറഞ്ഞത്, മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെന്താണെന്ന് ചിന്തിച്ചത് മുറിച്ചിട്ട് വല്ല ആദായം, എനിക്ക് പട്ടയം കിട്ടിയ കണക്കിലാണ് എനിക്കിപ്പോൾ ആദായം പിടിപ്പിച്ചിക്കേണ്ട സമയം കഴിഞ്ഞു. സത്യം. എത്ര വർഷമായി ഇവിടെ? എനിക്ക് പട്ടയം കിട്ടിയിട്ട് ഇപ്പോൾ 7 വർഷമായി. ഇത് 7 വർഷമായി. അതായത് 7 വർഷമായിട്ട് ഈ മരം ഇവിടെ നിൽക്കുന്നതല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊക്കെ ആഗ്രഹിച്ചു, കാരണം ഇത് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ ഒരുപാട് പ്രാവശ്യം ഞാൻ പരാതി കൊടുത്തു. പിന്നെ നമ്മുടെ കണ്ണൂര് ഒരു ജനസമ്പർക്ക പരിപാടി വന്നപ്പോൾ അതുകൊണ്ട് പരാതി കൊടുത്തു. അല്ലാതെ തന്നെ കണ്ണൂർ കളക്ടറിലേക്ക് പല പ്രാവശ്യമായിട്ടും പരാതി കൊടുത്തു. പക്ഷെ എന്നിട്ടൊന്നും തീരുമാനമായിട്ടില്ല. അതൊക്കെ മുറിച്ച് മാറ്റുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് റബ്ബർ വെക്കുകയും ഒരു നിത്യ വരുമാനമാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഏക്കർ കംപ്ലീറ്റ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഭയങ്കര കഷ്ടമല്ലേ? ഇത് മുറിച്ച് മാറ്റാൻ അനുമതി വരില്ല. അത് മുറിക്കാനാണ് നിങ്ങൾ ഈ വീട് ഇവിടെ വെച്ചേക്കുന്നത്? ഇത് ഞാൻ വീട് വെക്കാൻ വേണ്ടി അനുമതി TRDMന്റെ അനുമതി മേടിച്ചിട്ട് 25 മരം മുറിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ വീട് വെച്ചത്. TRDMന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ TRDMന്റെ അനുമതി പ്രകാരമാണ് 25 മരം. അതുപോലെ തന്നെ അവർക്ക് അനുമതി തന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് പുറത്ത് കൊടുക്കാൻ ഒരു അനുമതി തരില്ല. ഇത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു പറമ്പിലെ മരം എനിക്ക് കൊടുക്കുവാണെങ്കിൽ എനിക്ക് പറമ്പിൽ ചുറ്റും വേലി കെട്ടി ഇഷ്ടം പോലെ കൃഷി ചെയ്യാനുള്ള പൈസ എനിക്ക് ഇതിനകത്ത് കിട്ടും. കാരണം ഇതൊരു കുബിക്ക് 450 രൂപ ഒരു കുബിക്കുണ്ട് ഇതിന്, ഈ മരത്തിന്. അപ്പോൾ ഈ പറമ്പിൽ 100-300 മരം കിടക്കുകയാണ്. ഈ മരം മുറിച്ച് കൊടുത്താൽ തന്നെ പറമ്പിലെ ആവശ്യത്തിന് കൃഷി ചെയ്യാനുള്ള പൈസയായി, പറമ്പിന് എനിക്ക് ചുറ്റും വേലി കെട്ടാനുള്ള പൈസ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വരുമാനമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചതിൻ്റെ ഒരുപാട് പിന്നെ ആളുകൾ വന്ന് നമ്മൾ ഈ മരം മുറിച്ച് മാറ്റത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് അവരോടും പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ ഓടന്തോട് വെച്ചൊരു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അദാലത്ത്. അതിൻ്റെ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ ഈ മരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അതിൻ്റെ പേപ്പർ കൊടുത്തതാണ്. അതൊന്നും ഇതുവരെയായിട്ടും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ എനിക്കിത് മുറിക്കാൻ നിങ്ങൾ നമ്പർ ഇട്, നമുക്കൊരു അപേക്ഷ ശരിയാക്കി എടുക്കാമെന്ന് മരത്തിന് മുകളിൽ മഞ്ഞ പെയിൻ്റ് അടിച്ച് ക്രമ നമ്പർ പ്രകാരം 1 ഒന്നൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് നമ്പർ ഇട്ട് എല്ലാം ശരിയാക്കിയിട്ടതാണ്. എന്നിട്ടും തീരുമാനമായിട്ട് പല പ്രാവശ്യം ഞാൻ ഇതിന് അപേക്ഷ കൊടുത്തതാണ്. തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അതെനിക്കും ഇവിടെയുള്ള നമ്മളെ 4 കുടുംബത്തിനും ഇതുപോലെ. വേറെ വീട്ടുകാർക്കുണ്ട് ഇതേപോലെ? ഇത് എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛനെ, അവർക്കും ഇതേപോലെ തന്നെ അമ്മയുടെ അനിയത്തിക്കൊക്കെ പാഴ്മനായിട്ട് കിടക്കുകയാണ്. ഇത് മുറിച്ച് മാറ്റുവാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാവും ഇതിനകത്ത്. അത്യാവശ്യം റബ്ബറൊക്കെ വിൽക്കുവാണെങ്കിൽ തന്നെ. ഇപ്പം ഈ പ്രാവശ്യം ഇനി മോളുടെ പേരെന്തായിരുന്നു? രഞ്ജിനി. അപ്പം എങ്ങനെ ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം എങ്ങനെ? പ്രാവശ്യം പരീക്ഷ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. എന്നാലും കുറേ ക്ലാസ്സിന് കട്ടായി പോയതുകൊണ്ട് ഈ പ്രാവശ്യം വല്ലാത്തൊരു പ്രയാസമാണ്. നന്നായിട്ട് പഠിച്ചത് നമുക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ശരിക്കും തകർന്നു. സാമ്പത്തികമായിട്ട് ഒരു കാര്യം ചെയ്തെടുക്കാൻ പോലും പറ്റാത്ത ഇഷ്ടംപോലെ കടമല്ലാതെ എനിക്ക് ഇപ്പം പലരും ചെയ്യുന്നു. നമ്മൾ ടൗണുകളിൽ നിന്ന് പലരാളുടെ ഞാനായിട്ട് പൈസ കടം മേടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ നമ്മൾ ന്യൂസ് വാർത്തയിൽ വന്നു, മലയാള മനോരമ ചാനലിൽ. അപ്പോൾ പോർഷുകാർ അവരോട് വിളിച്ച് പറഞ്ഞു, പിന്നെ ആന തുമ്പിക്ക് വേണ്ടി അടിച്ചിട്ടൊന്നുമില്ല, ഓടി വീഴുന്നിടയിൽ പരിക്ക് പറ്റിയതാണ്, പിന്നെ അല്ലാതെ അവർക്ക് വേറെ പരിക്കുകളൊന്നും ഉണ്ടായി. പക്ഷേ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ മോളെ ഇപ്പോൾ ആന ഉപദ്രവിക്കാതെ എനിക്ക് ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ 8 പേര് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അത്. അവർ ആറാട്ടിൻ്റെ വാച്ചർമാർ കാണുന്ന കാര്യമാണ്. അവർ കണ്ട് ഓടി വരുന്നുണ്ട് ആ സമയത്ത്. പക്ഷെ എന്നിട്ടാണ് അവർ ഇന്നലെ ചാനലുകാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു ഇല്ലാത്തൊരു കഥയാണല്ലോ പറഞ്ഞിറക്കിയത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ അവർ ഈ നിമിഷം വരെ അവരോട് ഒന്നും അന്വേഷിച്ചിട്ടില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതെന്താ അതിൻ്റെ കാരണങ്ങളെന്ന്. അതിനുശേഷം ഇന്നേ വരെ അവരാരും വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആർല ഫാമിൻ്റെ MD വന്ന്
കാര്യങ്ങൾ ചോദിച്ചത് MD പറഞ്ഞു നിശ്ചയമായിട്ടും ഗവൺമെൻറ് ഫോറസ്റ്റിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്ക് കിട്ടേണ്ടതാണ്, നിങ്ങളെ മോക്ക് കിട്ടേണ്ടതാണ്. അതവർ എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് തടഞ്ഞു വെച്ചതിൻ്റെ അവർ അന്വേഷിക്കാതിൻ്റെ കാരണം എന്താണെന്നൊക്കെ പുള്ളി ഇന്നലെ ഇവിടെ നിന്ന് ചോദിച്ചവരോട്. ഇവിടെ നിന്ന് തന്നെ വിളിച്ചു 5:45 6 മണിയൊക്കെ ആയി MD ഇവിടെ വന്നിട്ട് പോയപ്പോൾ. എന്നിട്ട് പോലും നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഒരാൾ പോലും ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഞാനിപ്പോൾ അതിൻ്റെ ഒരു PRT അംഗം കൂടിയാണ് ഫോറസ്റ്റിൻ്റെ. പക്ഷേ എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ ഇത് നമുക്ക് ഇതിപ്പോൾ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയുള്ള ഇതല്ല. പക്ഷെ നാളെ ദിവസം മറ്റൊരാൾക്ക് ഇത് ഈ ഒരു ഗതികേട് വരാൻ പാടില്ല അതാണ്. കാരണം ഇതുപോലെ ആന തമ്പടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സാരമായ പരിക്കെന്ന് പറ്റിയിട്ടും ഒന്നും തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് ചിലവായിട്ടില്ല. എനിക്കിപ്പം അങ്ങേയറ്റം 72,000 രൂപയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം പോയി. അതിനിടയ്ക്ക് വണ്ടി വിളിച്ചാൽ തന്നെ പല പ്രാവശ്യം കൊണ്ടുപോയി. കാരണം ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടി വിളിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുപോകും പരിപാടി ചെയ്തു. അതിനൊന്നും നമുക്ക് കണക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലാതെ ഹോസ്പിറ്റൽ ചിലവ് മാത്രം എനിക്ക് ഇത്ര പൈസ ചിലവായിട്ടുണ്ട്. അത് ഇതിനകത്ത് പറമ്പിൽ ഒരു വരുമാനമില്ല. കൂലിപ്പണിയെടുത്ത് എങ്ങനെ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും? പലരും കടം മിച്ചമുണ്ട്. അത് തെളിവ് സഹിതമുണ്ട്. കടം ഓരോരുത്തരിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വാങ്ങിയത്. പേരെങ്ങനെയാണ്? രഞ്ജിനി. ഒരു വർഷമായാലും ഇങ്ങനെ അല്ലേ? കഴിഞ്ഞ വർഷം ആ സംഭവം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വിവരിക്കാമോ? അത് ഞങ്ങളെല്ലാരും കൂടിയിട്ട് പുഴയിൽ പോയതായിരുന്നു, ചപ്പാത്ത് പുഴയില്. അവിടെ പോയി കഴിഞ്ഞ് കുറച്ച് കുളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആന അടുത്തെത്തിയത് അറിഞ്ഞിട്ടില്ല. അടുത്ത് വന്ന ഒരൊറ്റ കറച്ചിലായിരുന്നു. ആദ്യം അമ്മേനെ പിടിക്കാൻ നോക്കി, പക്ഷെ അമ്മ വേഗം ഓടി. പിന്നെ ഞാൻ താഴേക്ക് ഓടിയപ്പോഴത്തേക്ക് ആദ്യം വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് ആനയുടെ നേരെ ആയിപ്പോയി. അപ്പൊ ആന അടുത്തെത്തി. അപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോ എന്റെ പുറകെ ഓടി. താഴേക്ക് ഓടിയപ്പോഴത്തേക്കും പെട്ടെന്ന് കല്ലി തട്ടി വീണു. അവിടുന്ന് ആന വന്ന് ആനയുടെ അടിയിൽ പെട്ടുപോയി. അങ്ങനെ ഇതെല്ലാം തോട്ടിൽ തന്നെ നടക്കുന്നു. അങ്ങനെ വന്നിട്ട് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തുമ്പിക്കൈ വെച്ചിട്ട് കാലിനിട്ടടിച്ചു. അങ്ങനെ അപ്പോഴേക്കും ഫോറസ്റ്റർ വന്ന് പടക്കം പൊട്ടിച്ച് ഫോറസ്റ്റർ വന്ന് പിന്നെ എടുത്തോണ്ട് പോയി പേരാവൂര് കൊണ്ട് അവിടുന്ന് പിന്നെ കണ്ണൂരേക്ക് കൊണ്ടുപോയത്. വെള്ളത്തിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടോ അല്ലേ? ഇത് +1 പഠിക്കുമ്പോഴല്ലേ സംഭവം? +1 പഠിക്കാം, ജനുവരിയിലെ. ഇപ്പോ അതിനുശേഷം പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പഠിത്തം ആ ടൈമിൽ എക്സാം ഒക്കെ ആയ ടൈമായിരുന്നു. അന്നങ്ങനെ പോവാൻ 2-3 മാസമൊക്കെ പോകാൻ പറ്റാതെയായി. എക്സാം ആയപ്പോൾ ഇവിടുന്ന് വണ്ടിക്ക് പോയിട്ട് വരും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ +2 എത്തിയപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ലീവ് ആവേണ്ടി വന്ന് കുറെ ക്ലാസ് ഒക്കെ മിസ്സായി. ഇപ്പൊ എക്സാം എടുത്തു, അതുകൊണ്ട് കുറെ ചാപ്റ്റർ ഒക്കെ പോയി ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാതെയായി. അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഈ പ്രാവശ്യം പരീക്ഷ എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്, പറ്റുമെന്ന് നോക്കണം. അതെ. ടീച്ചർമാരപ്പോൾ നോട്ട്സ് ഒക്കെ എങ്ങനെ അയച്ചു തന്നു? അവര് PDF തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും എങ്ങനെ വേദന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വേദന ഉണ്ട്, അധികം നടക്കുമ്പോ ഒക്കെ നീര് വെക്കുന്നുണ്ട്. സ്റ്റെപ്പ് അങ്ങനെ ഒന്നും കയറാൻ പറ്റാത്തത്. ഞങ്ങളിപ്പോൾ ഏതായാലും ആ വീട്ടിൽ വന്ന് ആ കുട്ടിയോടും അതുപോലെ തന്നെ ചേട്ടനോടൊക്കെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ആ പറമ്പ് ഇതാണ്. ഈ ഒരു പറമ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, മുഴുവനായിട്ടും മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇത് 1 ഏക്കർ തികച്ചു തന്നെയല്ലേ? 1 ഏക്കർ തികച്ചും ഈ മരമായി കിടക്കുന്നു. ഇതുണ്ടോ? ഇതൊരുമാതിരി വനം പോലെ അല്ലേ? വനം പോലെ. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. 1 ഏക്കർ സ്ഥലം എന്തിനാ പിന്നെ ഇവർക്ക് കൊടുക്കുന്നത്? ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തിട്ട് എന്താണ് ഇവർക്ക് ഉപകാരം? എനിക്ക് ഇവരുടെ വീട് ഇവിടെ ഇരിക്കുന്നു, ബാക്കി പറമ്പ് മൊത്തം ഇങ്ങനെ ഒരു 4 വീട്ടുകാർക്കുണ്ടല്ലോ. അങ്ങനെ 4 വീട്ടുകാർക്ക്. അത് മറ്റൊരു പ്രശ്നം കേട്ടോ. വീട്ടിലെ ചിലവിന് പോലും ഇവർക്ക് പറമ്പിൽ നിന്നൊരു ആദായം കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതാണ് എൻ്റെ കിണർ ഒഴിച്ച് പണി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ TRTമിൽ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നൊരു ഇതായിരുന്നു ആദ്യങ്ങളൊക്കെ ചെയ്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ വെള്ളം കണ്ട് പണി ഇപ്പോൾ 2-3 വർഷമായി. ഇപ്പോൾ കിണറിൻ്റെ പണി കഴിഞ്ഞിട്ട്
ഇതുവരെയായിട്ടും അതിൻ്റെ ഫണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ കല്ല് തന്നെ പഴയ കല്ലൊക്കെ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി വെച്ചിട്ടാണ് ഇടിയുന്ന കിണർ ഇത്രത്തോളം ആക്കി വെച്ചത്. കിണറിന് വെള്ളം കണ്ടു, നിങ്ങൾ കിണർ സ്വന്തം നിലയ്ക്ക് കുഴിക്കുകയും ചെയ്തല്ലേ? ഇത്ര പണിയെടുപ്പിക്കുകയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ അതിനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആണെങ്കിൽ മഴയ്ക്ക് മുന്നേ ഇത് കിണർ കെട്ടി കയറിയാൽ റോട്ടിൽ നിന്ന് ഒഴുകുന്ന വെള്ളം മൊത്തം ഈ കിണറിലേക്ക് പോകുമ്പോൾ എൻ്റെ ഫണ്ട് ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ചെയ്ത നമുക്ക് ഇതിൻ്റെ ഈ മരം മുറിച്ച് മാറ്റാൻ ഒരു അനുമതി കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് രക്ഷപ്പെടും. കാരണം നമുക്കിതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാം. ഈ സ്ഥലം കിട്ടിയതിന് 2-ാം വർഷം തൊട്ട് നമ്മൾ അപേക്ഷ വെക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇത് മുറിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറമ്പിൽ ആദായം ഇറക്കാനുള്ള പൈസ സാമ്പത്തികം നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാവും. കാരണം ഈ മരം വിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ പോയാലും ഒരു 5 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം രൂപയ്ക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് പറമ്പിൽ സ്വന്തമായിട്ട് റബ്ബറും മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാനും പറ്റും. താൽക്കാലികമായിട്ട് ചെറിയ വേലിയാണെങ്കിലും ഫെൻസിങ്, തൂക്കുവേലിയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ അപേക്ഷ വെക്കുകയും ചെയ്തു. ആന ഇറങ്ങുന്ന സ്ഥലം ഈ എൻ്റെ വീടിൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ വീടിൻ്റെ പുറകിൽ ആന ഈ ഭാഗത്തുണ്ടായിരുന്നു. കാരണം മുകളിൽ 300 പ്ലാവുകളുണ്ട്. മറ്റൊരു ആളുടെ സ്ഥലമുണ്ടത്. അതിനകത്ത് മുഴുവൻ ചക്കയാ. അപ്പോൾ ആന എന്തായാലും ഇവിടെ വരും. 300 പ്ലാവുണ്ട്. 1 ഏക്കർ പറമ്പിൽ സ്ഥലം കിട്ടിയിട്ട് പട്ടയം വേണ്ട, ഈ പട്ടയത്തിന് വന്നിട്ട് അവർ തിരിച്ചു കൊടുത്തിട്ട് പോയതാണ്. കേട്ടോ, സ്ഥലം വേണ്ട, ഇതുപോലെ ആനശല്യം കൊണ്ട്. അപ്പോൾ അവർ താമസിക്കാതെ കൊണ്ട് അതിനകത്തുള്ള ചക്ക മുഴുവൻ ആന നിന്നാൻ വേണ്ടി വരും. അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ആറാട്ടിക്കാർ വന്നിട്ട് വെളുപ്പിന് 4 മണി വരെയോളം അവർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊപ്പം തന്നെ രാത്രി ഞാനും ഉണ്ടായിരുന്നു. കാരണം ഏകദേശം ഒരു പേടിയില്ലാത്തൊരു കൊമ്പനാനായിരുന്നു. താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരവസ്ഥയാണ്. പകൽ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് 5:45-6 മണിയൊക്കെ ആകുമ്പോൾ സമയത്ത് തന്നെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആനശല്യം കൂടുതലായി. ശരിക്കും പറഞ്ഞാൽ ആന ഇത് ഫോറസ്റ്റിലേക്ക് പോകുന്നില്ല. ഇല്ല. കാരണം ഒന്നാമത് ആനയ്ക്ക് വന്ന് ഇവിടെ നിൽക്കാനുള്ള ഇഷ്ടംപോലെ കാടുകളുണ്ട്. കാട് കളിക്കാൻ ഒരിടെ നമ്മൾ കാട് കളിക്കാൻ നല്ല നീറ്റായിട്ട് നടക്കുന്ന സമയത്ത് ആനശല്യം കുറഞ്ഞതാ. ആളുകൾ ഒഴിവായി പോയ സ്ഥലത്തും ഇങ്ങനെ ആളുകൾ തമ്പടിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാട് കെട്ടി അതുകൊണ്ട് ബാക്കി താമസിക്കുന്ന ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. ഒരു കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും പണിക്ക് പോയിട്ടൊക്കെ താമസിച്ചൊക്കെ വരുന്ന ഞങ്ങളൊക്കെ പണിക്ക് പോയിട്ട് താമസിച്ച് വരുന്ന സമയത്ത് മിക്ക ഫോറസ്റ്റുകാരുടെ സഹായത്തിലാണ് വന്നത്. കാരണം അവർ വിളിച്ചു വരുത്തി ആന ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ വരുന്നൊരവസ്ഥയാണ്. ഈ ഫാമിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണ്. ആനയ്ക്ക് നിൽക്കാൻ ഇഷ്ടംപോലെ കാടുണ്ട്. ആ കാട് അതെ. അങ്ങനെ കാടൊക്കെ തെളിയുവാണെങ്കിൽ തന്നെ ആനയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെ ആനന്ദ പോകും. പക്ഷെ ആനയ്ക്ക് ഇപ്പോൾ തമ്പടിച്ച് നിൽക്കാൻ ഇഷ്ടംപോലെ കാടുകളുണ്ട്. അപ്പം നമ്മൾ ഏതായാലും ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങളും കേട്ടു. അതുപോലെ തന്നെ ആ കുട്ടി സംസാരിച്ച കാര്യവും കേട്ടു. വളരെ ഭീകരമായ ഒരു അവസ്ഥയെ കൂടെയാണ് ആ ഒരു കുടുംബം കടന്നു പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കൃത്യം 1 വർഷം മുന്നേ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അന്ന് ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ സമയത്താണ് വന്നത്. അതിനുശേഷം 1 വർഷത്തിനിടയ്ക്കുള്ള കഥകളാണ് ആ ചേട്ടൻ പറഞ്ഞത്. വളരെ ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇത്രയും പരിക്ക് പറ്റിയിട്ട്, അതായത് ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചതെന്ന് ആ കുട്ടി തന്നെ നേരിട്ട് പറയുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ 5-8 പേര് ആ സംഭവം നേരിട്ട് കണ്ടതാണ്. ആനയുടെ കറക്റ്റ് കാലിൻ്റെ അടിയിൽ തന്നെയായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. പുഴയിലായതുകൊണ്ടും ആനയ്ക്ക് കറക്റ്റ് ഉപദ്രവിക്കാൻ പറ്റാത്തതുകൊണ്ടും രക്ഷപ്പെട്ടാണ്. പക്ഷേ തുമ്പിക്കൈ കൊണ്ടുള്ള അടി കിട്ടി. അങ്ങനെയാണ് തുടയുടെ ഭാഗത്ത് ഇതുപോലെ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന സംഭവം ഉണ്ടായതും ഇപ്പോൾ അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇത്രയും നാളായിട്ട് അവർക്കൊരു നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ഒരു ശ്രമം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെല്ലാം രീതിയിലുള്ള ഫണ്ടുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവരുടെ ആന ഉപദ്രവിച്ചാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് ആ ഫണ്ട് പാസ്സാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ആന ചവിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഫോറൻസിക് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി നേരിട്ട് പറഞ്ഞാണ് പരിക്കുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ എന്തിനാണ് ഇത്രയും ഒരു ബലംപിടുത്തം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ മരിച്ചാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതൊക്കെയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു, വളരെ കഷ്ടം തോന്നുന്നു അവരുടെ ഒരു കാര്യം കേട്ടിട്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് ആ കിട്ടാനുള്ള നഷ്ടപരിഹാര തുക കൊടുക്കുക തന്നെ വേണം. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ലൈഫ് ലോങ് അവരിത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു സഹായം അവർക്ക് കിട്ടുക തന്നെ വേണം. കാരണം അവരുടെ ആരുടെയും കുറ്റമല്ല ഇത്. ഈ ആനകൾ മനുഷ്യർ താമസിക്കുന്ന പ്രദേശത്ത് ഇങ്ങനെ വന്ന് വിളയാടുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. അല്ലാതെ അവരാരും അല്ല ഈ ആനകളെ ഇവിടെ വളർത്തുന്നത്. അവർക്ക് കിട്ടിയ ആ ഒരു പറമ്പിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് അനുവദിച്ചിരിക്കുന്ന, അതായത് സർക്കാർ കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവർക്ക് 1 ഏക്കർ സ്ഥലവും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ നമുക്ക് ഈ പുറകിൽ തന്നെ കാണാം, 1 ഏക്കർ സ്ഥലം മുഴുവനും മരങ്ങളാണ്. അത് വെട്ടി മാറ്റാനോ ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല.
പിന്നെ എന്തിനാണ് അവർക്ക് ഒരേക്കർ സ്ഥലം കൊടുത്തത് എന്നുള്ളത് അത് തന്നെയാണ് അവരും ചോദിക്കുന്നത്. കാരണം അവർക്കൊന്നും ചെയ്യാതെ പിന്നെ ഒരു വീട് മാത്രമായിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ വനം പിടിച്ച് കിടക്കാനായിട്ട് എന്തിനാണ് അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കുന്നത്? ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവിടെ ആന കാരണം കൃഷി ചെയ്യാൻ പറ്റാത്തതാണ് വിഷയമെങ്കിൽ ഇവിടെ മരങ്ങൾ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം വേറെ എവിടെയെങ്കിലും ആണെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. ഇതൊരു പാഴ്മരമാണ്. ആ പാഴ്മരം പോലും മുറിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ 2 കാര്യങ്ങൾക്കും അവർക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുക തന്നെ വേണം. അതാണ് ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുക തന്നെ വേണം. ഉത്തരവാദിത്തപ്പെട്ടവർ, അധികാരികൾ അതിന് മുൻകൈ ഇട്ടെടുക്കണം. എല്ലാവരും കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ നടത്താവുന്ന കാര്യമുള്ളൂ. മനുഷ്യർക്ക് മാത്രമേ മനുഷ്യൻ്റെ വിഷമം ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും മേത്ത് കുത്തിയാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലൊരു സൂചി കൊണ്ട് കുത്തിയാൽ വേദനിക്കും, അല്ലെങ്കിൽ ഒരു ചോര വരും. അതെല്ലാ മനുഷ്യർക്കും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അപ്പം അവരുടെ ബുദ്ധിമുട്ടും അവരുടെ വിഷമവും കണ്ടില്ല എന്ന് നടിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുക തന്നെ വേണം കേട്ടോ. ആ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെറുപ്രായമാണ്, +2 പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്നൊരു കൊച്ചാണ്. അപ്പോൾ ആ കൊച്ചിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടുക തന്നെ വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.